ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഹോശായ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്രകാരം യഹൂദയോട് പറയും: യഹൂദയെ, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി ഞാൻ മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവതിരുമുഖം അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം, കർത്താവ് നമ്മുടെ സ്ഥിതി മാറ്റും. ഇന്ന് ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും നിന്റെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ ദൈവതിരുമുഖം അന്വേഷിക്കുന്ന, നിന്റെ ഞെരുക്കങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവതിരുമുഖം അന്വേഷിക്കുന്ന, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവതിരുമുഖം അന്വേഷിക്കുന്ന ദൈവഭക്തനെ, ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങളോട് അരുളി ചെയ്യുന്നത്, കർത്താവ് നിന്റെ അവസ്ഥയ്ക്ക് നിശ്ചയമായി മാറ്റം വരുത്തും. കർത്താവ് നിന്റെ വിഷയത്തിന് വിടുതൽ നൽകുമെന്നുള്ള ഉറപ്പ് നൽകുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സഹോദരനായ ഏശാവിനെ ഭയന്ന് യാക്കോബ് ഓടിപ്പോകിയ തൻ്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തിൽ, ഏറെ നാളുകളായി ലാബാന്റെ ഭവനത്തിൽ ലാബാന്റെ ആടുമാടുകളെ നോക്കുന്ന യാക്കോബിന് നാളിതുവരെയായും പ്രതിഫലം കൊടുക്കാതെ വെച്ചിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ എന്ന വെളിപ്പേരുള്ള യാക്കോബിന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെട്ട് ലാബാൻ കൊടുക്കാത്ത നന്മയെ, യാക്കോബിൻ്റെ അധ്വാന ഫലത്തെ ദൈവം യാക്കോബിന് വേണ്ടി ചെയ്ത് മാനിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ അധ്വാന ഫലം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ? നിന്റെ അധ്വാന ഫലം നിനക്ക് ലഭിക്കാതെ ഇരിക്കുകയാണോ? നീ അധ്വാനിച്ച നന്മ നഷ്ടപ്പെട്ടു പോയെന്നോർത്ത് ആകുലപ്പെടുകയാണോ? കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, ദൈവത്തിരുമുഖം അന്വേഷിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. നിന്റെ നന്മ നഷ്ടപ്പെടാതെ നിന്റെ കൂടാരത്തിനകത്ത് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ട്. അവൻ യാക്കോബിന് വേണ്ടി മാത്രമല്ല, തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ കരം വെളിപ്പെടുത്തി മാനിക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോൾ, യഹൂദയെ, നിന്റെ സ്ഥിതി മാറ്റുന്ന കർത്താവ്, പ്രിയപ്പെട്ട ദൈവവൈതൽ, നിന്റെ സ്ഥിതി മാറ്റുവാൻ കർത്താവിൻ്റെ കരമുണ്ട്. നമുക്കറിയാം, അവൻ ഹന്ന എന്ന സഹോദരിയെ നമുക്കറിയാം. ശമൂവേലിൻ്റെ അമ്മയാകുന്നതിന് ഏറെ നാളുകൾ പെരീനയുടെ കുത്തുവാക്കുകൾ കേട്ട് തൻ്റെ ഹൃദയം തകരുമ്പോഴും ആലയത്തിൽ വന്ന് നിലവിളിക്കുന്ന, നാളുകളായി പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ നിലവിളിയുടെ മറുപടി എന്ത് മറുപടിയാ? അവിടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന, മച്ചിയായവളെ മക്കളുടെ മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുന്ന, അതേ ശൂന്യതയെ മാറ്റി അവളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരം ഇന്നും എന്നെയും നിങ്ങളെയും അനുഗ്രഹിപ്പാനുണ്ട്. പ്രിയ ദൈവ പൈതലെ, നിരാശപ്പെടേണ്ട, ദൈവത്തിരുമുഖം അന്വേഷിക്കുക. കർത്താവ് നമ്മുടെ സ്ഥിതി മാറ്റും. ലോകത്തിൽ ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ലെങ്കിലും കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടിയിട്ടുണ്ടാകും. അവൻ നമുക്ക് പരിചയം പലകയുമായി നമ്മെ വിടുവെപ്പാൻ, ഉയർത്തുവാൻ, മാനിപ്പാനുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവിനെ ഓർപ്പിക്കട്ടെ, ദൈവ തിരുമുഖം അന്വേഷിക്കുക, ദൈവത്തെ കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നടുവിൽ ദൈവത്തോട് അറിയിക്കുക, ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുക. തന്നെ കാത്തിരിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കരം യഹൂദയുടെ സ്ഥിതി മാറ്റുമ്പോൾ, ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, യഹൂദയ്ക്കും ഒരു മാറ്റം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിങ്ങൾക്കും എനിക്ക് വേണ്ടി അവൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുണ്ട്. ദൈവതിരുമുഖത്തേക്ക് നോക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.